അന്ന് സോണിയാഗാന്ധി, ഇന്ന് രാഹുൽ ഗാന്ധി. പൗരത്വത്തിന്റെ പേരിൽ ഇന്നും വേട്ടയാടപ്പെടുകയാണ് ഈ കുടുംബം. 2004-ൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയുടെ പേരിലാണ് പൗരത്വ വിഷയം വില്ലനായത്. ഇന്ന് രാഹുലിന്റെ പ്രതിപക്ഷ പദവിക്കും. ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ആയിരുന്നു അന്ന് സോണിയാഗാന്ധിയുടെ വില്ലൻ. പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞാ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതി. ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് തലവിധി മാറ്റി. നിലവിലെ പൗരത്വ നിയമം അനുസരിച്ച് സോണിയയ്ക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമ തടസ്സം ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു ആ കത്ത്. സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ക്രമരഹിതമാണെന്നും ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചുവെന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കപ്പെടാൻ ബാധ്യസ്ഥമാണെന്നും സ്വാമി കത്തിൽ വ്യക്തമാക്കിയിരുന്നു. സോണിയയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർ APJ അബ്ദുൽ കലാമിന് അയച്ച കത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കുകയായിരുന്നു. മന്ത്രിസഭയുണ്ടാക്കാൻ തന്നെ വന്നുകണ്ട കോൺഗ്രസ് നേതാക്കളോട് കലാം ഇക്കാര്യം സൂചിപ്പിച്ചു. തുടർന്നാണ് സോണിയയ്ക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത്. പൗരത്വത്തിന്റെ പേരിലാണ് സോണിയയ്ക്ക് പ്രധാനമന്ത്രി പദവി പോയതെങ്കിൽ മകൻ രാഹുലിന് പൗരത്വം തന്നെ പോകുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത്. അതിനു പിന്നിലും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കളികളാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച വാർത്ത നാം ഈ അടുത്താണ് കേട്ടത്. ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം UK-യിൽ 2003-ൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധിയെന്നും വ്യക്തമാക്കി അവകാശപ്പെട്ട സുബ്രഹ്മണ്യൻ സ്വാമി 2019-ൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. 2005 ഒക്ടോബർ 10-നും 2006 ഒക്ടോബർ 31-നും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2009 ഫെബ്രുവരി 17-ന് ബാക്കോപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9-ന്റെയും 1955-ലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണ്. 2019 ഏപ്രിൽ 29-ന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുതയറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. കത്ത് നൽകി 5 വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ആയതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. UK സ്ഥാപനമായ ബാക്കോപ്സ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിതമായത് 2003 ഓഗസ്റ്റ് 21-നാണ്. കമ്പനി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ലോബിംഗ് സ്ഥാപനമായി പ്രവർത്തിക്കുന്നു. ഇത് ഭാവി വിദേശികൾക്ക് ബിസിനസ് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം പ്രിയങ്ക ഗാന്ധി വദ്ര സഹ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ബാക്കോപ്സ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സമാനമായ പേരുള്ള ഒരു കമ്പനിയുമായും രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു. 2004-ലെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ ഇന്ത്യൻ സ്ഥാപനത്തിൽ തനിക്ക് 83% ഓഹരിയുണ്ടെന്നും അതിൽ 2,50,000 ഇന്ത്യൻ രൂപ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. 2002-ൽ സംയോജിപ്പിച്ച ഈ കമ്പനി പിന്നീട് പിരിച്ചുവിടപ്പെടുകയും 2010 ജൂണിൽ അതിന്റെ അവസാന റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും ഫ്രഞ്ച് പ്രതിരോധ കമ്പനി നൽകിയ ഓഫ്സെറ്റ് കരാറുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ മുൻ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിന്റെ ഭാവി കമ്പനികളും നേട്ടമുണ്ടാക്കി. 2011-ൽ അതിന്റെ ഓഫ്സെറ്റ് ബാധ്യതകളുടെ ഭാഗമായി ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാണ കമ്പനിയായ നേവൽ ഗ്രൂപ്പ് മുംബൈയിലെ മസഗോൺ ഡോക്കിൽ നിർമ്മിക്കുന്ന സ്കോർപിൻ അന്തർവാഹിനികളുടെ നിർണായക ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിശാഖപട്ടണം ആസ്ഥാനമായുള്ള ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടിരുന്നു. ഏകദേശം 200 ബില്യൺ രൂപയുടെ കരാറിന് കീഴിൽ 6 സ്കോർപിൻ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാറാണ്. അതേ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്ഥാപനമായ ഫ്ലാഷ് ഫോർജ് UK ആസ്ഥാനമായുള്ള ഒപ്റ്റിക്കൽ ആർമർ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുത്തു. 2012 നവംബറിൽ 2 ഫ്ലാഷ് ഫോർജ് ഡയറക്ടർമാർക്ക് ഒപ്റ്റിക്കൽ ആർമർ ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനം നൽകി. 2012 നവംബർ 8-ന് ഈ 2 വ്യക്തികളും UK കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത ദിവസം ഉൾറിക് മക്നൈറ്റിനും കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം നൽകി. 2014-ൽ ഒപ്റ്റിക്കൽ ആർമർ നടത്തിയ ഫയലിംഗുകൾ പ്രകാരം മക്നൈറ്റിന് 4.9% ഓഹരികൾ കമ്പനി അനുവദിച്ചു. ബാക്കോപ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രേഖകളിൽ രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കാൻ പോകുന്നത്.